ഹലോ, എല്ലാ കൂട്ടുകാർക്കും വീണ്ടും മാരുതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഈ അടുത്ത കാലത്ത് വൈറലായ ഒരു ബോട്ടിൽ ആർട്ട് പെയിൻറ്റിംഗ് ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വൈറൽ ബോട്ടിൽ ആർട്ട് പെയിൻറ്റിംഗ് ചെയ്തെടുക്കാൻ പോകുന്നത് ഈ ബോട്ടിലാണ്. ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് ജ്യൂസിൻ്റെ. ഞാനൊരു കോട്ട് വൈറ്റ് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചിട്ടില്ല, നമ്മൾ കുറേ വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ. ഇനിയാണ് മാജിക്, ഫിംഗർ ടിപ്പ് കൊണ്ടുള്ള മാജിക്. അപ്പോൾ അക്രലിക് കളറിൽ റെഡും വൈറ്റും എടുത്തിട്ടുണ്ട്. രണ്ടിൽ നിന്നും നമ്മൾ കുറേശ്ശെയായിട്ട് ഇതുപോലെ ടച്ച് ചെയ്തെടുത്തിട്ട് ബോട്ടിൽ പുറത്തു നിന്ന് ഉള്ളിലോട്ടായിട്ട് ഇതുപോലെ വരച്ചെടുക്കണം. 5 പെറ്റൽസ് ഉള്ള ഫ്ലവേഴ്സാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. കണ്ടില്ലേ, വളരെ മനോഹരമായിട്ട് ഈസി ആയിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുപോലെ നമ്മൾ ബോട്ടിൽ നമുക്ക് എത്ര ഫ്ലവേഴ്സ് വേണോ അത്രയൊക്കെ ഇതുപോലെ റെഡിൽ നിന്നും വൈറ്റിൽ നിന്നായിട്ട്, റെഡും വൈറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ. പക്ഷെ ആ വീഡിയോയിൽ അങ്ങനെ ആയതുകൊണ്ട് വേറെ കളർ നമുക്ക് ചെയ്യാൻ തോന്നുന്നില്ല. ഞാൻ കളേഴ്സ് മാറ്റി പിടിക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് വേണ്ട, പകരം ബോട്ടിൽ ഫുള്ളായിട്ട് വൈറ്റ് കളർ കൊടുത്തിട്ട് ഈ പെയിൻറ്റിങ് ചെയ്തെടുക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മുടെ ബോട്ടിലിൻ്റെ വലിപ്പത്തിനനുസരിച്ച് അതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ നമുക്ക് ഫ്ലവേഴ്സ് വരച്ചെടുക്കാം. ഈ കളർ തന്നെ വേണമെന്നില്ല, നമുക്ക് യെല്ലോ, ഓറഞ്ച്, പിങ്ക്, ബ്ലൂ, വയലറ്റ് ഇതൊക്കെ എടുക്കാം. അപ്പോൾ ഈ കളറാണ് എനിക്ക് കൂടുതലും ഭംഗി തോന്നിയത്, അതുകൊണ്ടാണ് ഞാനിതെടുത്തത്. അതുപോലെ 5 പെറ്റൽസ് തന്നെ വേണമെന്നില്ല കേട്ടോ, 3 പെറ്റൽസ് ആവാം, അല്ലെങ്കിൽ ഇതിലും കൂടുതൽ പെറ്റൽസൊക്കെ ഇതളുകളൊക്കെ വെച്ച് നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും വരച്ചെടുക്കാം. ഞാനിപ്പോൾ ഫ്രണ്ടിൽ മാത്രമാണ്, അതും ഫുള്ളില്ല, ടോപ്പിലൊന്നുമില്ല, ഇത്രയും പോർഷനിൽ ഫ്ലവേഴ്സ് ഉണ്ടാക്കി. അടുത്ത ലീഫാണ് അക്രിലിക് കളറിൽ സാപ്പ് ഗ്രീൻ കളർ എടുത്തിട്ട് ഫിംഗർ ടിപ്പ് കൊണ്ട് തന്നെ നമ്മൾ ഫ്ലവേഴ്സ് വരച്ചതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ഉള്ളിൽ നിന്നും പുറത്തേക്ക് ആയിട്ട് ഇതുപോലെ വരച്ചെടുക്കാം. ഫ്ലവേഴ്സിൻ്റെ ചുറ്റും നമുക്ക് വലിയ ലീഫ് വേണമെങ്കിൽ വലിയ ലീഫ് നേരത്തെ കാണിച്ച പോലെ, അല്ലെങ്കിൽ കുഞ്ഞ് ലീഫ് മതി എന്ന് വെച്ചാൽ കുഞ്ഞ് ലീഫ്, ഇത്രയും പോകുന്ന ലീഫ് മതി എന്ന് വെച്ചാൽ ഇത്രയും പോകുന്നത്, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെ നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ വിരൽത്തുമ്പ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ ഫ്ലവേഴ്സും ലീവ്സും ബ്രഷ് കൊണ്ട് ചെയ്താൽ ചിലപ്പോൾ ഇത്രയും ഭംഗി കിട്ടിയെന്ന് വരില്ല. അങ്ങനെ ഫ്ലവേഴ്സും ലീവ്സൊക്കെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്ലവറിലും ലീഫിലും വേണമെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ നെക്സ്റ്റ് പണി ബ്രഷ് വേണം. ബ്രഷ് എടുത്തിട്ട്, അതും പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് എടുത്തിട്ട് അവിടെ എവിടെയായിട്ട് നമുക്കിതുപോലെ വള്ളികൾ പോലെ വരച്ചു കൊടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ബ്ലാക്ക് കളർ കൊടുക്കാം ബ്രഷ് കൊണ്ട്. അടുത്തായിട്ട് ഞാൻ ആ വള്ളികളുടെ ചുറ്റും, ചില വള്ളികളുടെ കേട്ടോ, എല്ലാ വള്ളികളുടെ ഇല്ല, ചുറ്റും ഇതുപോലെ റെഡ് കളർ കൊണ്ട് ഡോട്ട് ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ബോട്ടിലായിട്ട്? സംഭവം കളറായിട്ടില്ലേ? അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ ഞാൻ പിങ്ക് കളർ ത്രെഡ് കൊണ്ട് ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ ബോട്ടിലായിട്ടും കഴിയുമ്പോൾ നമ്മൾ ചെയ്യാൻ പറയുന്നത് തന്നെ വാർണിഷ് അടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിലായിട്ട് അങ്ങനെ ഫിനിഷായി. പക്ഷേ വീഡിയോ ഫിനിഷ് ആയിട്ടില്ല. അതിനടുത്തൊരു ഫ്ലവർ വൈസ് കണ്ടില്ലേ, അതിലും കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലവർ വൈസ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. അത് നല്ല പെർഫെക്റ്റായി വന്നിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളതിന് പെയിൻറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ജിപ്സൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണ്. അത് കഴിഞ്ഞിട്ടൊരു വൈറ്റ് പെയിൻറ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓറഞ്ച് കളർ വേണം. അപ്പോൾ ഓറഞ്ച് കളർ പുതിയ പെയിൻറ്റ്സ് വാങ്ങിച്ചതിലില്ല. റെഡും യെല്ലോയും കൂടി മിക്സ് ചെയ്താൽ നമുക്ക് ഓറഞ്ച് കിട്ടും. അപ്പോൾ ഓറഞ്ച് കളർ ഉണ്ടാക്കിയിട്ട് ഫ്ലവർ വൈസിൻ്റെ മിഡിൽ പോർഷനിൽ നമ്മൾ ഈ ഓറഞ്ച് കളർ അടിച്ചു കൊടുക്കുകയാണ്. മിഡിൽ പോർഷൻ ഓറഞ്ച് കളർ കൊടുത്തു. ബോട്ടം പോർഷനിൽ നമ്മൾ റെഡ് അല്ല, മെറൂൺ കളർ, കീപ് സ്മൈലിംഗ് അക്രിലിക് കളേഴ്സാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കളേഴ്സിൻ്റെ പേരൊന്നും എഴുതിയിട്ടില്ല, ഫെവിക്രിലിൻ്റെ പോലെ. രണ്ടാമത്തെ കോട്ട് നമ്മൾ സ്പോഞ്ച് കൊണ്ടാണ് പെയിൻറ്റ് ചെയ്തെടുക്കുന്നത്. ആ ഒരു ഫിനിഷിങ് കിട്ടുന്നില്ല, അപ്പോൾ ഞാൻ സ്പോഞ്ച് കൊണ്ട് ചെയ്തെടുക്കാമെന്ന് വെച്ചു.
ഇനി നമുക്ക് ഫ്ലവേഴ്സ് പഴയ പോലെ തന്നെ ചെയ്തെടുക്കാം. അതിനായിട്ട് മെറൂണും പിന്നെ വൈറ്റും എടുത്തിട്ടുണ്ട്. രണ്ടിലും ഇതുപോലെ ടച്ച് ചെയ്തിട്ട് പുറത്തു നിന്ന് ഉള്ളിലോട്ടായിട്ട് ഇതുപോലെ പെറ്റൽസ് വരച്ചു കൊടുക്കാം. 5 പെറ്റൽസ് ഉള്ള ഫ്ലവേഴ്സ് തന്നെയാണ്, പണ്ടത്തെ പോലെ തന്നെ ബോട്ടിൽ ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. നമ്മൾ വൈറലായിട്ടുള്ള ബോട്ടിൽ ആർട്ടിൽ ഇതുപോലെയായിരുന്നു. ഹാഫ് വൈറ്റ്, അതുപോലെ ബോട്ടം പോർഷൻ റെഡ് കളർ കൊടുത്തിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും ബോർഡർ ആയിട്ടുള്ള പോർഷൻ ഇതുപോലെ ഫ്ലവേഴ്സ്, അതായിരുന്നു ആ വൈറലായിട്ടുള്ള ബോട്ടിൽ ആർട്ടിൽ. അപ്പോൾ അതന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട വേറെ കളർ കോമ്പിനേഷൻ നോക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ അതാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ളത്. വേറെ ഏത് കളേഴ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്താലും അത്ര ഒരു ഭംഗിയായിട്ടില്ല. അപ്പോൾ നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് ഇരിക്കുക എന്നുള്ളതാണല്ലോ പ്രധാനം. വെറൈറ്റി ആകുമ്പോൾ അതിനേക്കാളും ഭംഗിയായിട്ട് വരണം. അപ്പോൾ അത്ര ഭംഗിയിൽ വരില്ല എന്നുള്ളതുകൊണ്ട് സെയിം കളേഴ്സ് തന്നെ ചൂസ് ചെയ്തു. എന്നാൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഈ ബോട്ടിലിൻ്റെ ഫുള്ളായിട്ട് ഇതുപോലെ ഞാൻ ഫ്ലവേഴ്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്ലവർ വൈസിൻ്റെ ബോട്ടം പോർഷനിൽ മെറൂൺ കളറുള്ളിടത്ത് വൈറ്റ് കളറ് കൂടുതലായിട്ട് നിൽക്കുന്നതാണ് കൂടുതലൊരു ഭംഗി കിട്ടുക. അതുപോലെ ടോപ്പിൽ വൈറ്റ് പോർഷനിൽ റെഡ് കളർ കൂടുതലായിട്ട് നിൽക്കുമ്പോഴും. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അടുത്ത് നമുക്ക് ഇതുപോലെ ലീവ്സ് വേണമെങ്കിൽ ഗ്രീനും യെല്ലോയും കൂടി ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഗ്രീൻ മാത്രം മതി. ഞാൻ ഇതിൽ ലീവ്സ് ബ്രഷ് കൊണ്ടാണ് കേട്ടോ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഫുള്ള് പെയിൻറ്റ് ചെയ്യുന്നത് വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. അവിടെ ആയിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. കാരണം അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തായിട്ട് മാറും. അപ്പോൾ നമ്മുടെ ആ ഒരു ഭാവനയ്ക്ക് അനുസരിച്ച് വള്ളികളും ഇലകളൊക്കെ നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബോട്ടിൽ ചെയ്ത പോലെ തന്നെ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ബ്ലാക്കും കൊടുക്കുക. അതുപോലെ ലാസ്റ്റ് വാർണിഷ് അടിച്ചു കൊടുക്കുക. അത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, അതൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ ഫ്ലവർ വേഴ്സിലെയും ബോട്ടിലെയും ഫിംഗർ ടിപ്പ് കൊണ്ടുള്ള ഫ്ലവർ ആർട്ട് ഫിനിഷ് ആയിരിക്കുകയാണ്. ഒരു പൂക്കാലം വന്ന പോലെയുണ്ട്. നല്ല ഈസിയാണ്, ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഇതൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള ആർട്ടുകളായിട്ട് അടുത്ത എപ്പിസോഡ് വരുന്നതാണ്. അതുവരെ നിങ്ങളോട് ബൈ പറഞ്ഞു പോകുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രുതി മകേഷ്.